ജൂനിയർ നൗഷാദ് ബാക്കവി എന്ന് അറിയപ്പെടുന്ന കരീം ഫൈസി കുന്തൂർ ഉസ്താദ് അവരുടെ മുഖ്യപ്രഭാഷണത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الذي علم القرآن خلق الإنسان وعلمه البيان وفضل حبيبه على الرسل بإنزال القرآن وشرفه على سائر الأمم بتلاوة القرآن وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبده ورسوله. اللهم يا واجب الوجود ويا واهب الخير والجود أفض علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك وأفوض أمري إلى الله وأفوض أمري إلى الله إن الله بصير بالعباد وأن مردنا إلى الله وأن المسرفين هم أصحاب النار. صلى الله وسلم عليك يا سيدنا يا رسول الله. صلى الله وسلم عليك يا نبينا يا حبيب الله. بلغت الرسالة وأديت الأمانة ونصحت الأمة وكشفت الغمة وجاهدت في سبيل ربك حق جهادي وعبدت ربك حتى أتاك اليقين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن يكاد الذين كفروا ليزلقونك بأبصارهم لما سمعوا الذكر ويقولون إنه لمجنون وما هو إلا ذكر للعالمين. صدق الله مولانا العلي العظيم. قال نبينا وحبيبنا محمد صلى الله عليه وسلم من أحب أن يبسط له في رزقه وينسأ له في أثره فليصل رحمه. صدق رسوله النبي المصطفى الأمين صلى الله عليه وسلم وعلى آله وصحبه وأزواجه وذرياته أفضل الصلوات وأزكى التسليم. بشرى لنا معشر الإسلام إن لنا من الإناية
العناية ركنا غير منعدم لما دعا الله داعينا لطاعته بأكرم الرسل كنا أكرم الأمم يا سيد السادات جئتك قاصدا أرجو حماك فلا تخيب مقصدي وعلى أمة سيدنا محمد മഹനീയമാം പൂമുത്ത് ഉള്ളാളം പ്രദേശത്ത് മഹിത സഭാ കാണിച്ച വലിയവരാണ്. എൻ്റെ മരതകങ്ങൾ തീർക്കണേ യാ സുബ്ഹാനേ. മഹനീയമാം പൂമുത്ത് ഉള്ളാളം പ്രദേശത്ത് മഹിത സഭാ കാണിച്ച വലിയവരാണ്. എൻ്റെ മരതകങ്ങൾ തീർക്കണേ യാ സുബ്ഹാനേ. സകലരിലും ആശ്വാസ സാന്ത്വനമായി കഴിയുന്ന പുണ്യമഹാൻ സയ്യിദ് മദനി വലിയുള്ളാവേ, എൻ്റെ മനസ്സകമിൽ ഹാജത്ത് തീർത്തരുളല്ലാ. സകലവിധ പാപങ്ങൾ കരുളയും ദുഃഖങ്ങൾ മതിമറയാതുണ്ടല്ലോ പുണ്യറഹീമേ. എന്നും സൽഗുണമാം സമൃദ്ധി നേടിത്തരേണേ. മഹനീയമാം പൂമുത്ത് ഉള്ളാളം പ്രദേശത്ത് മഹിത സഭാ കാണിച്ച വലിയവരാണ്. എൻ്റെ മരതകങ്ങൾ തീർക്കണേ യാ സുബ്ഹാനേ. സുമമൊളിയും ജാറത്തിൽ അമുസ്ലിമും വന്നെത്തും അവർക്കറിയും ഭാഷയിൽ പ്രാർത്ഥന ചെയ്യും. അതിനാൽ സകലവിധ ഭേദങ്ങൾ അകന്നണയുന്നേ. സുമമൊളിയും ജാറത്തിൽ അമുസ്ലിമും വന്നെത്തും അവർക്കറിയും ഭാഷയിൽ പ്രാർത്ഥന ചെയ്യും. അതിനാൽ സകലവിധ ഭേദങ്ങൾ അകന്നണയുന്നേ. പുണ്യമഹാന്മാരുടെ ധന്യമഹാചാരത്തിൽ സവിനയമാൽ സലാമോദാൻ ഭാഗ്യമതേകി. റബ്ബേ, സകലവിധ പാപങ്ങൾ നീക്കി തുണച്ചിടല്ലാ. മഹനീയമാം പൂമുത്ത് ഉള്ളാളം പ്രദേശത്ത് മഹിത സഭാ കാണിച്ച വലിയവരാണ്.
എൻ്റെ മരതകങ്ങൾ തീർക്കണേ യാ സുബ്ഹാനേ. വന്യരിൽ വന്യരായ ഈ പരിശുദ്ധമായ വേദിയിൽ ഉപവിഷ്ടരായ ആദരണീയനും ബഹുമാന്യനുമായ സയ്യിദ് അവർകൾ, ഈ പരിശുദ്ധ സയ്യിദ് മദനി അറബി കോളേജ് കലാലയത്തിന്റെ ആദരണീയനായ പ്രിൻസിപ്പൽ, ആദരണീയനും ബഹുമാന്യരുമായ പ്രിയപ്പെട്ട ഉസ്മാൻ ഫൈദ് ഉസ്താദ്, ഉള്ളാളം ജമാഅത്ത് പള്ളിയുടെ ആദരണീയനായ ഖതീബിന്റെ ആത്മീയ സുഹൃത്ത് പ്രിയപ്പെട്ട അൻവർ അലി ദാരിമി ഉസ്താദ് അജാവരം, അതുപോലെ വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിത മഹത്തുക്കളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ, ഉമ്മബെങ്ങന്മാരെ, എന്റെ മുമ്പിലിരിക്കുന്ന കാരണവന്മാരെ, യുവാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കാരുണ്യവാനായ കരുണക്കടലായ റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സംഗമം നാളെ അവന്റെ പരലോകത്ത് ഉപകരിക്കുന്ന ഒരു മുതൽ കൂട്ടാക്കിനും നിന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. ശിഷ്ടകാല ജീവിതം അവന്റെ പൊരുത്തത്തിലായി മുന്നോട്ട് നയിച്ച് മരണം ഹൈറാവുന്ന വേളയിൽ ഈമാനോടുകൂടെ പുഞ്ചിരിയോടുകൂടെ നാഥന്റെ സവിധത്തേക്ക് മടങ്ങാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞവരുടെ മണ്ണറയ അല്ലാഹു മണിയറയാക്കട്ടെ. അവരോടൊപ്പം അവന്റെ സുഖലോലുപ സ്വർഗീയ ആരാമത്തിൽ അധിവസിക്കാനുള്ള ഭാഗ്യം മഹാനായ സയ്യിദ് മദനി തങ്ങളുപ്പാന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അൽഹംദുലില്ലാ, കഴിഞ്ഞ 10-ാം തീയതി സയ്യിദ് മദനി തങ്ങളുടെ ചാരത്ത് പരിശുദ്ധമായ ഉറൂസിന് തുടക്കം കുറിക്കുകയും അതിന്റെ പര്യവസാനത്തിലേക്ക് സമാപ്തിയിലേക്ക് ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നാളെ പടിഞ്ഞാറ് ചക്രവാളത്തിൽ നിന്ന് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നേതാവ് സമസ്തയുടെ അമരത്തിരിക്കുന്ന മഹാനായ സയ്യിദുൽ ഉലമാ ജിഫ്രി മുത്തുകോയ തങ്ങൾ ഈ പരിശുദ്ധമായ വേദിയുടെ സമാപന സമയത്ത് 1 മാസങ്ങളോളം നീണ്ടുനിന്ന പരിപാടിക്ക് ഉദ്ഘാടനത്തിലൂടെ സമാപനം കുറിക്കുകയാണ്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഈ ഒരു ഉറൂസിൽ ഒന്നുചേരാൻ, ഒരുമിച്ച് കൂടാൻ, ഈ വേദിയിൽ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ തൗഫീഖ് നൽകിയ പടച്ചവനെ ആദ്യമായി സ്തുതിച്ചുകൊണ്ട്, സമയത്തിന്റെ അഭാവമുണ്ട്, ഒരു പ്രാസംഗികൻ കൂടി ഇവിടെ പ്രസംഗിക്കാനുള്ളത് കൊണ്ട് സംഘാടകർ പറഞ്ഞതുപോലെ ഇൻഷാ അല്ലാഹ് ഒരു 11 മണി വരെ ചുരുങ്ങിയ ഒരു വിഷയം, അതിന്റെ കാതലായ വിഷയങ്ങള് തൊട്ടുമണത്ത് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നല്ലത് പറയുവാനും അതിൽ ഒരു ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുമുള്ള ഭാഗ്യം ഈ മഹനീയ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് കോടിക്കണക്കായ സൃഷ്ടിജാലങ്ങളെ ഈ ലോകത്ത് സൃഷ്ടിച്ചു. എന്നാൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച കോടാനുകോടി സൃഷ്ടിജാലങ്ങളിൽ വെച്ച് ശാസ്ത്രത്തിന്റെ ഗവേഷണത്തിനും അവിടുത്തെ നിഗമനത്തിനും അറിയാവുന്ന കാര്യങ്ങൾ അവർ പറയുമ്പോൾ 6 കോടികളിൽ പരം വരുന്ന സൃഷ്ടിജാലങ്ങളെയാണ് അല്ലാഹു ഈ ലോകത്ത് സൃഷ്ടിച്ചത്. എന്നാൽ ഈ 6 കോടി സൃഷ്ടിജാലങ്ങളിൽ വെച്ച് കേവലം 8 ലക്ഷം സൃഷ്ടികളെ മാത്രമാണ് മനുഷ്യൻ അവന്റെ പരീക്ഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും വിധേയമാക്കിയത്. ബാക്കിയുള്ള 5,92,00,000 പരം വരുന്ന സൃഷ്ടിജാലങ്ങളെ മനുഷ്യൻ അവന്റെ പരീക്ഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും വിധേയമാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, അവന്റെ കണ്ണുകൊണ്ട് ഇന്നേവരെ കണ്ടിട്ട് പോലുമില്ല. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ തന്നെ പറയാണ്, ഫസുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. മനുഷ്യനറിയാത്ത പലതും ഈ ഭൗതിക ലോകത്തുണ്ട് എന്ന് പറയുമ്പോ, മനുഷ്യനറിയാത്ത പലതിനെയും പടച്ച സൃഷ്ടാവായ റബ്ബാണ് ഏറ്റവും വലിയ പരിശുദ്ധൻ എന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എന്നാൽ ഈ സൃഷ്ടിജാലങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ ഭൗതിക ലോകത്ത് അള്ളാഹു കോടിക്കണക്കായ സൃഷ്ടിജാലങ്ങളെ പടച്ച് പരിപാലിക്കുമ്പോ, ആ സൃഷ്ടിജാലങ്ങളുടെ കൂട്ടത്തിൽ സൃഷ്ടി വൈഭവം കൊണ്ട് ഏറ്റവും ഉത്കൃഷ്ടനായ സൃഷ്ടി ആരായെന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ തന്നെ പറയാണ്, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. സൂറത്തു തീനിലിയുടെ വളരെ മനോഹരമായി അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്, മനുഷ്യരാകുന്ന ഞാനും നിങ്ങളുമാണ് സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്കൃഷ്ടർ. മനുഷ്യരാകുന്ന ഞാനും നിങ്ങളുമാണ് സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്കൃഷ്ടരാണെന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ,
എന്നാൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച സൃഷ്ടിജാലങ്ങളിൽ വെച്ച് സൃഷ്ടി വൈഭവം കൊണ്ട് മനുഷ്യനെ തോൽപ്പിക്കാൻ ഒരു സൃഷ്ടിക്ക് പോലും കഴിയില്ല എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ ഭൗതിക ലോകത്ത് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനായ മനുഷ്യനാരാ? അല്ലാഹുവിന്റെ ഭൗതിക ലോകത്ത് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനായ മനുഷ്യനാരാ? അല്ലാഹുവിന്റെ ഭൗതിക ലോകത്ത് ഈ ഉള്ള ആളിന്റെ പരിശുദ്ധമായ മനോഹരമായ വിജ്ഞാന സദസ്സിൽ ഒരുമിച്ചു കൂടിയ മുത്തുമുഅ്മിനീങ്ങളെ, നമ്മുടെ കൂട്ടത്തിൽ പ്രപഞ്ചത്തിൽ തന്നെ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനായ മനുഷ്യനാരാ? അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, ഖൈറുൻ നാസി മൻ ത്വാല ഉംറുഹു വ ഹസുന അമലു. മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനായ മനുഷ്യൻ, മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്കൃഷ്ടനായ മനുഷ്യൻ, ഖൈറുൻ നാസി മൻ ത്വാല ഉംറുഹു, ഒരുപാട് കാലം ജീവിക്കാൻ അവസരം കിട്ടിയവനാണ്, ദീർഘായുസ് കിട്ടിയവനാണ്. അതിനു പുറമേ വഹസുന അമലുഹു, സൽകർമ്മങ്ങളിലൂടെ പടച്ചതമ്പരാനായ റബ്ബുൽ ഇസ്സത്തിന്റെ ലോകത്തേക്ക് ജീവിതം ശിഷ്ടമാക്കിയവനാണ്. മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ദീർഘായുസ് എന്നുള്ളത് മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീർഘായുസ് എന്നുള്ളത് മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് അകലെയാണ്. ഇന്നുള്ളവർ നാളെയില്ലാത്ത ലോകം, നാളെയുള്ളവർ അടുത്തയാഴ്ച ഇല്ലാത്ത ലോകം, അടുത്തയാഴ്ചയുള്ളവർ അടുത്ത മാസം, അടുത്ത വർഷങ്ങളിലായി ഭൗതിക ലോകത്തിന്റെ മേച്ചൽ പുറത്തിൽ നിന്ന് അല്ലാഹുവിന്റെ ലോകത്തേക്ക് വിട പറയുമ്പോ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, 10-ാം തീയതിക്ക് പരിശുദ്ധമായ ഉള്ളാളം സയ്യിദ് മദനി തങ്ങളുടെ ഉറൂസ് കുറിക്കുമ്പോ ഒരു മാസത്തിന്റെ വിജ്ഞാന സദസ്സിൽ ഒരുമിച്ചു കൂടി എന്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ, അടുത്ത 5 വർഷം പിന്നിട്ടപ്പോഴാണ് നമ്മുടെ പരിശുദ്ധമായ മഹല്ലത്തിൽ വെച്ച് സയ്യിദ് മദനി തങ്ങളുടെ ഉറൂസ് നടക്കുക. ആ ഉറൂസ് നടക്കുമ്പോ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ സദസ്സിലിരിക്കുന്ന എത്ര പേരാണ് അല്ലാഹുവിന്റെ മഹാനുഭാവന്റെ പേരിൽ അവിടുത്തെ നാമധേയത്തിൽ ഇവിടുന്ന് പരിശുദ്ധമായ ഉറൂസ് നടത്തപ്പെടുമ്പോ എത്ര പേർക്കാണ് കൂടാൻ കഴിയുക? എത്ര പേരാണ് ഈ ഭൂമിയുടെ മുകൾ ഭാഗത്ത്? എത്ര പേരാണ് മണ്ണിന്റെ അടിയിൽ എന്ന് പറയാൻ പറ്റാത്ത ലോകത്ത്? എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ചെറുപ്പക്കാരാ, ഒരുപക്ഷെ നിങ്ങൾ പറയാം, ഉസ്താദേ എനിക്ക് പ്രായാധിക്യമായിട്ടില്ലല്ലോ, ഒരുപാട് വയസ്സുള്ളവനല്ലല്ലോ, മരിക്കാൻ വയസ്സാവണ്ടേ, രോഗമുണ്ടാവണ്ടേ. എന്നാൽ നിങ്ങൾ ഇരിക്കുന്ന പരിശുദ്ധ സദസ്സിന്റെ തൊട്ടപ്പുറത്തുള്ള മദനി തങ്ങളുടെ ചാരത്തന്തിയുറങ്ങുന്ന പ്രിയപ്പെട്ട കബറാളികൾക്കുള്ള പള്ളിപ്പറമ്പിന്റെ മണ്ണറയുടെ അകത്തളത്ത് കവിൾത്തടം മണ്ണറയിലേക്ക് ചേർത്ത് വെച്ച് കിടക്കുന്ന ഒരു വിഭാഗത്തിന്റെ അടുത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ആരൊക്കെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ അവിടെ കിടക്കുന്നത്? 90 വയസ്സായ ഉപ്പാപ്പയും 80 വയസ്സായ ഉമ്മാമയും മാത്രമല്ല സയ്യിദ് മദനി തങ്ങളുടെ ചാരത്തുള്ള പള്ളിപ്പറമ്പിൽ കിടക്കുന്നത്. മറിച്ച് എന്റെ പ്രിയപ്പെട്ടവരെ, ഗർഭഗൃഹത്തിൽ നിന്ന് 9 മാസവും 10 ദിവസവും പൂർത്തിയാകുന്നതിന്റെ മുമ്പ് ജീവന്റെ തുടിപ്പ് നഷ്ടപ്പെട്ട് ചാപ്പിള്ളയായി ഭൂമോദരതലത്തിലേക്ക് പിറന്നു വീണ് കിടക്കുന്ന ചോരപ്പൈതൽ കിടക്കുന്നതാടാ ഈ പരിശുദ്ധമായ പള്ളിക്കാട്. പ്രസവിച്ച ഉടനെ എത്രയോ പിഞ്ചുമക്കളെ മറവ് ചെയ്യപ്പെട്ട നാടായി പള്ളിക്കാട്. 5 വയസ്സുള്ള പൊന്നുമോൻ, 10 വയസ്സുള്ള പൊന്നുമോൾ ജീവിതത്തിന്റെ മധുരമായ പ്രതീക്ഷകൾ പൂവണിയുന്നതിന്റെ മുമ്പ് ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോയ മധുര 16-കാരിയും 24-കാരനാകുന്ന ചുണക്കുട്ടന് കിടക്കുന്നതാടാ സയ്യിദ് മദനി തങ്ങളുടെ ചാരത്തുള്ള ഈ പള്ളിപ്പറമ്പിലുള്ള പള്ളിക്കാട്. ആരോഗ്യമുള്ള പല ആളുകളും പല പല കാരണങ്ങളിലൂടെ അള്ളാഹുവിന്റെ പരലോകത്തേക്കുള്ള ശാശ്വത ലോകമാകുന്ന ആരുടെയും മണ്ണിന്റെ അകത്തളത്ത് ഒരു ടിക്കറ്റ് എടുത്ത് കിടക്കുമ്പോ ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും മരിക്കാനുള്ളവരാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ദീർഘായുസ് എന്നുള്ളത് മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്നല്ല. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാ അഷ്റഫുൽ വറ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ പള്ളി, മദീനത്തെ പള്ളി, എന്റെ പ്രിയപ്പെട്ടവരെ, ആ പള്ളിയിൽ സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് ഒരുപാട് വേവലാദികളും പ്രയാസങ്ങളും ദുആ ചെയ്യാനുള്ള പ്രിയപ്പെട്ട സ്വഹാബത്ത് ഒരു ദിവസം എന്റെ പ്രിയപ്പെട്ടവരെ സുബ്ഹി ജമാഅത്ത് കഴിഞ്ഞ് അവർ അന്ന് വേവലാതി പറയുന്നില്ല, പടച്ചവനിലേക്ക് കരങ്ങൾ ഉയർത്തുന്നില്ല, രാജാതിരാജരായ റബ്ബുൽ ഇസ്സത്തിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാതെ അവർ ഇങ്ങനെ വട്ടം കൂടി ചർച്ച ചെയ്യുമ്പോഴാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ
റസൂൽ ചോദിച്ചു, സഹാബ എന്ത് പറ്റി സഹാബ, നിങ്ങൾക്ക് വല്ലതും ചോദിക്കാനില്ലയോ സഹാബ? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സ്വഹാബത്ത് മുത്ത് നബിയോട് പറയാണ്, യാ റസൂലല്ലാ, ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട് നബിയേ, സാധാ രീതിയിൽ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട് നബിയേ, പക്ഷേ വലിയ വേവലാതിയുമായിട്ടാ, വലിയ വിഷമവുമായിട്ടാണ് നബിയെ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, സഹാബ എന്ത് പറ്റി സഹാബ? റസൂലുള്ളാഹിയോട് എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് പറയാണ്, മുത്തുനബിയെ ഇന്നലത്തെ പരിശുദ്ധ സുബഹ് ജമാഅത്ത് പരിശുദ്ധമായ ഇശാ നമസ്കാരത്തിന്റെ നിങ്ങളുടെ പിന്നാമ്പുറത്ത് നിന്ന് മഅമൂമായി നമസ്കരിച്ച ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ, ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ തന്റെ പ്രിയപ്പെട്ട 2 പരക്കമുറ്റാത്ത മക്കളെ അനാഥകളാക്കി, തന്റെ ഭാര്യ വിധവയാക്കി ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു നബി എന്ന് ആദരവായ നബിയോട് പറയുമ്പോ ലോകത്തിന്റെ നേതാവ് നെഞ്ചിൽ കൈതട്ടി പരിശുദ്ധമായ അവിടത്തെ കണ്ണുകൾ എന്റെ പ്രിയപ്പെട്ടവരെ നിറയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, സ്വഹാബാ, എന്റെ ഈ ജീവിതത്തിന്റെ കാലയളവിൽ ഞാൻ കേട്ട ആദ്യത്തെ പെട്ടെന്നുള്ള മരണം ഇതാണെങ്കിൽ സ്വഹാബ, ലോകാവസാനം വരുമ്പോ മിനിറ്റുകളായി, സെക്കൻഡുകളായി, മണിക്കൂറുകളായി എന്റെ ഉമ്മത്തിൽ നിന്ന് മനുഷ്യർ പിടപെടഞ്ഞു മരിക്കും സ്വഹാബ എന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂല് പറയാ. ആ കാലമല്ലേ ഇതെന്റെ പ്രിയപ്പെട്ടവരെ? ആ കാലത്തിലല്ലേ നമ്മൾ ആഗതരായിരിക്കുന്നത്? അങ്ങനെയുള്ള പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, ദീർഘായുസ് ലഭിക്കാൻ എന്റെ പ്രിയമുള്ളവരെ ചില മാർഗങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കുകയാ. ചില കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറയാം. ഒരു 5 വർഷം കഴിഞ്ഞ് മദീനയിൽ തങ്ങളുടെ ഉറൂസ് നടക്കുമ്പോ ഭൗതിക ലോകത്ത് നിനക്ക് ജീവിച്ചിരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായും രക്ഷപ്പെടും പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന്. നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാം, എന്താ ദീർഘായുസിന് നമ്മൾ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത്? ഫുഡ് കൺട്രോൾ ആക്കല, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വാക്കിങ്ങിന് പോകലാണോ, അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഡയറ്റിംഗ് ചെയ്യലാണോ, ജിമ്മിന് പോവലാണോ? ജിമ്മ് ചെയ്ത് ഒരുപാട് കാലം ഈ ദുനിയാവിൽ ജീവിക്കുകയാണെങ്കിൽ ഒരു സിനിമാ നടൻ ജീവിക്കേണ്ടതായിരുന്നു, പുനീത് രാജ്കുമാർ. നിങ്ങളൊക്കെ കേട്ടതാ, ഞെട്ടലോടെ കർണാടക രാജ്യം. ആ പ്രിയപ്പെട്ട സിനിമാ നടൻ ഒരു നല്ല മനുഷ്യനായിരുന്നു. ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു. കർണാടകയിൽ നമ്പർ 1 വർക്കൗട്ടുകാരനായിരുന്ന ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ജിമ്മ് ചെയ്ത് മസിൽ പവർ കുറച്ച്, തടി കുറച്ച്, നടന്ന് അല്ലെങ്കിൽ മെനുവിന്റെ ലിസ്റ്റ് ഒന്ന് അവിടെ നിന്ന് കറക്റ്റാക്കി ഡയറ്റിംഗ് ചെയ്താൽ ആരോഗ്യവും ആഫിയത്തും ഒരുപാട് കാലം ജീവിക്കുമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാ. പിന്നെ എങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ദീർഘായുസിനുള്ള മാർഗം എങ്ങനെയാണ്? ലോകത്തിന്റെ നേതാവ് തന്റെ സ്വഹാബത്തിനോട് പറയാണ്, സ്വഹാബാ, അല്ലാഹുവിന്റെ ഭൗതിക ലോകത്ത് നിങ്ങൾക്ക് ഒരുപാട് കാലം ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? പെട്ടെന്നുള്ള മരണങ്ങളില്ലാതെ, മാരക രോഗമില്ലാതെ, അറ്റാക്കുകളില്ലാതെ, വാഹനാപകടത്തിൽ ചതഞ്ഞെറിയാതെ അല്ലാഹുവിന്റെ ദുനിയാവിൽ ഒരുപാട് കാലം നിങ്ങൾക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? ലോകത്തിന്റെ നേതാവ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്റെ സ്വഹാബത്തിനോട് പറയാണ്, മന്നഹബ്ബ അയ്യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയൻസഅലഹു ഫീ അഥരിഹി ഫൽയസിലു റഹിമാ. ഒരുപാട് കാലം നിങ്ങൾക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? പെട്ടെന്നുള്ള മരണം നിങ്ങൾക്ക് വേണ്ടയോ? ഭൗതിക ലോകത്ത് നിങ്ങൾക്ക് ഒരുപാട് കാലം ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? ലോകത്തിന്റെ നേതാവ് പറയാണ്, ഫൽയസിലു റഹിമാ, ഫൽയസിലു റഹിമാ. കുടുംബബന്ധം ചേർക്കുക. കുടുംബബന്ധം ചേർത്ത മനുഷ്യനിക്ക് അല്ലാഹു ദീർഘായുസ് നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇന്നുണ്ടോ? ഇന്ന് പരസ്പരം തമ്മിൽ കലഹങ്ങളാ, കുഴപ്പങ്ങളാ. എന്റെ പ്രിയപ്പെട്ടവരെ, രാഷ്ട്രീയത്തിന്റെ പേരിൽ, സംഘടനാ വൈരുദ്ധ്യത്തിന്റെ പേരിൽ പല നിലക്കുള്ള ചെറിയ പ്രശ്നങ്ങളായി അഭിമാനത്തോടെ പറയാറുള്ളത് നമ്മുടെ ഖതീബന്മാർ പള്ളിയിൽ പ്രസംഗിക്കുമ്പോൾ ഒരു പെരുന്നാളിന് കുടുംബബന്ധം ഒരുക്കല്ലേ, ഒരാളോടും പിണങ്ങിക്കിടക്കല്ലേ. ഉസ്താദെ 10 കൊല്ലായി അവന്റെ പുരക്ക് ഞാൻ പോവാതെ. എന്ത് 10 കൊല്ലായി? ഇങ്ങനെ നിങ്ങളെ ജാടയും ബീമ്പളക്കുന്നുണ്ടെങ്കിൽ ഇത് നിനക്ക് മണ്ണൂരിലേക്കുള്ള ഏറ്റവും വലിയ ടിക്കറ്റ് കിട്ടുന്ന പടിയാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ.
അതല്ലേ ലോകത്തിന്റെ നേതാവ് പറയുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനിക്ക് അവന്റെ ജീവിതത്തിൽ അല്ലാഹു തീരുമാനിച്ചത് 60 വർഷമാണ്. എന്നാൽ അവന്റെ കുടുംബത്തിലുള്ള ആരെങ്കിലും ഒരാളോട് അവൻ പിണങ്ങിക്കിടന്നാൽ അവന്റെ 60 വർഷത്തിൽ നിന്ന് അല്ലാഹു 20 കുറച്ച് 40 മാറ്റും. എത്ര? 40. പെട്ടെന്ന് പോകും. അല്ല, ഒരു മനുഷ്യനിക്ക് അല്ലാഹു തീരുമാനിച്ചത് 60 വയസ്സിന്റെ ആയുസ്സാണ്. എന്നാൽ അവന്റെ കുടുംബത്തിലുള്ള ആരെങ്കിലും ഒരാളോട് പിണങ്ങിക്കിടന്നവരോട് അവൻ ഇണങ്ങിയാൽ, അവന് കുടുംബ ബന്ധം പുലർത്തിയാൽ അവന്റെ ആയുസ്സിന് അല്ലാഹു 20 കൂട്ടി 80 മാറ്റുമെന്ന് ആദരവായ റസൂലുള്ളാഹി. അതല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം നമുക്കൊരു പാഠം തരുന്നത്. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സവിധത്തേക്ക് ഒരു ദിവസം അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുമ്പോ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തൊട്ടടുത്തൊരു ചെറുപ്പക്കാരൻ ഇരിക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം രൂക്ഷമായി നോക്കി. എന്നിട്ടോ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ദാവൂദ് നബിയേ, ദാവൂദ് നബിയെ, നിങ്ങളോടൊരു രഹസ്യ വിവരം ഞാൻ പറയാൻ പോവുകയാ. ദാവൂദ് നബിയെ, നിങ്ങളോടൊരു രഹസ്യ വിവരം ഞാൻ പറയാൻ പോവുകയാ. ആ രഹസ്യ വിവരം നിങ്ങൾ പുറത്ത് പറയാൻ പാടില്ല. ആ രഹസ്യ വിവരം നിങ്ങൾ കൈമാറാൻ പാടില്ല. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സവിധത്തേക്ക് എത്രയോ തവണ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നതാണ്. ഇന്നേ വരെ കൈമാറാൻ പറ്റാത്ത, പുറത്ത് പറയാൻ പറ്റാത്ത ഒരു കാര്യം പോലും പറയാതിരിക്കുമ്പോൾ അല്ലാഹുവേ, എന്നോട് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന കാര്യം എന്താണ് അല്ലാ എന്നിങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദാവൂദ് നബിയോട് പറയുന്നത്, ദാവൂദ് നബിയേ, ദാവൂദ് നബിയെ, നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ഈ ചെറുപ്പക്കാരനുണ്ടല്ലോ, നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ഈ ചെറുപ്പക്കാരനുണ്ടല്ലോ, ഇന്നു മുതൽ ആ ചെറുപ്പക്കാരൻ ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്നത് കേവലം 6 ദിവസം മാത്രമാണ്. ദാവൂദ് നബിയേ, കേവലം 6 ദിവസം മാത്രമാണ് ദാവൂദ് നബിയേ. ദാവൂദ് നബിക്ക് സങ്കടമായി, ദാവൂദ് നബിക്ക് വിഷമമായി. പടച്ചവനെ, പുറത്തു പറയാൻ പറ്റാത്ത കാര്യമാണല്ലോ, കൈമാറാൻ പറ്റാത്ത കാര്യമാണല്ലോ. ഒന്നും മിണ്ടിയില്ല എന്റെ പ്രിയപ്പെട്ടവരെ. ആരോഗ്യമുള്ള, ആഫിയത്തുള്ള, കൂവത്തുള്ള, തന്റെ ഇടമുള്ള, എല്ലാ നിലക്കും കഴിവുള്ള ഒരു ചെറുപ്പക്കാരന്റെ മരണത്തിന്റെ മുന്നറിയിപ്പ് നൽകുമ്പോ ആർക്കാണ് എന്റെ പ്രിയപ്പെട്ടവരെ സങ്കടമാവാതിരിക്കുക? ആർക്കാണ് എന്റെ പ്രിയപ്പെട്ടവരെ വേദനയാവാതിരിക്കുക? ഒന്നും മിണ്ടിയില്ല. മഹാനായ ദാവൂദ് നബിയും ആ ചെറുപ്പക്കാരനും ഇസ്രായേലും പിരിയുകയാണ്. വർഷങ്ങൾ പിന്നിടുകയാണ്. ഒരു ദിവസം പ്രബോധനത്തിന്റെ ദൗത്യവുമായി മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മരുഭൂമിയുടെ മണലാരണ്യത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ, മരുഭൂമിയുടെ മണലാരണ്യത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അല്ലാഹുവേ, ഒരു അത്ഭുത കാഴ്ച കാണുകയാണ്. എന്തെന്നറിയോ? ആരെ കുറിച്ചാണോ 6 ദിവസത്തിന്റെ ഉള്ളിലായി ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോകുമെന്ന് പറഞ്ഞു പോയത്, അങ്ങനെയുള്ള ചെറുപ്പക്കാരനുണ്ടല്ലോ, 6 ദിവസമല്ല, 6 ആഴ്ചകളല്ല, 6 മാസങ്ങളല്ല, 6 വർഷങ്ങൾ പിന്നിട്ടിട്ട് പോലും ആ ചെറുപ്പക്കാരനെ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കാണുമ്പോഴല്ലാ മനസ്സുകൊണ്ട് ചിന്തിച്ചു പോയി, അല്ലാഹുവേ, അസ്റായീൽ എന്നെ തമാശയാക്കിയതാണോ? അസ്റായീൽ എന്നെ പറ്റിച്ചതാണോ? ആ സമയത്താണ് ആനായ മാലാക അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദാവൂദ് നബിയുടെ സവിധത്തേക്ക് കടന്നു വരുന്നത്. ദാവൂദ് നബിയുടെ സവിധത്തേക്ക് കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, ദാവൂദ് നബിയേ, നിങ്ങളെ ഞാൻ പറ്റിച്ചതല്ല ദാവൂദ് നബിയേ, നിങ്ങളോട് ഞാൻ കളവ് പറഞ്ഞതല്ല ദാവൂദ് നബിയേ. അല്ലാഹുവിന്റെ തീരുമാനമാണ് ദാവൂദ് നബിയെ നിങ്ങളോട് ഞാൻ അറിയിച്ചത്. അല്ലാഹുവിന്റെ തീരുമാനമാണ് ദാവൂദ് നബിയെ നിങ്ങളോട് ഞാൻ അറിയിച്ചത്. നിങ്ങളോട് പറഞ്ഞത് മുതൽ 6 ദിവസത്തിന്റെ ഉള്ളിലായി ആ ചെറുപ്പക്കാരന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി കടന്നുപോയപ്പോ അണ്ടകടാഹത്തിന്റെ ഉടമയായ കാരുണ്യവാനായ കരുണക്കടലായ അല്ലാഹു എന്നോട് പറഞ്ഞതാണ്, അരുത് അസ്റായീൽ, അരുത് അസ്റായീൽ, ആ ചെറുപ്പക്കാരന്റെ റൂഹ് പിടിക്കല്ലേ അസ്റായീൽ എന്നോട് പറയുമ്പോ കാരുണ്യവാനായ റബ്ബുൽ ഇസ്സത്തിനോട് ഞാൻ ചോദിച്ചു,
അല്ലയോ റബ്ബേ, ഈ മനുഷ്യന്റെ റൂഹിനെ പിഴുത്തെടുക്കാൻ പിന്തിക്കല്ല പറയുന്ന റബ്ബേ, ഇവന് ചെയ്തു പോയ സൽക്കർമ്മം എന്താണ് അല്ലാ, ഇവന് ചെയ്തു പോയ നന്മ എന്താണ് അല്ലാ. ആ സമയത്താണ് എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അസ്റായീലിനോട് പറഞ്ഞത്, അവന്റെ കുടുംബത്തിലുള്ളവര് കണ്ണിയോടെ വന്നിണങ്ങിയതാണ്, അവന്റെ കുടുംബത്തിൽ പിണങ്ങിക്കിടന്നവരോട് പിണക്കം അവസാനിപ്പിച്ചവന് നല്ല രാജിയായതാണ്. അതുകൊണ്ട് തന്നെ ഒരു കുടുംബത്തിന്റെ കറുപ്പ് മാറിയല്ലോ, ഒരു കുടുംബത്തിന്റെ സങ്കടം മാറിയല്ലോ, ഒരു കുടുംബത്തിന്റെ വിഷമം മാറിയല്ലോ. ഇനിയും ഒരുപാട് കാലം അവന് ജീവിച്ചിരിക്കട്ടെ എന്ന് അല്ലാഹു എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഇന്നും ഇവന് ജീവിച്ചിരിക്കുന്നത് എന്ന് മഹാനായ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദാവൂദ് നബിയോട് പറയുകയാണ്. എന്ത് കുടുംബ ബന്ധം ചേർത്താല് കുറെ കാലം ജീവിക്ക നിങ്ങൾക്ക്, ഇല്ലെങ്കിൽ പെട്ടെന്ന് പോകും. അപ്പോ ആരെങ്കിലും ഒരാൾക്ക് പെട്ടെന്ന് മരിക്കാൻ ആഗ്രഹമുണ്ടോ? കുടുംബത്തിലുള്ളവർ പിണങ്ങിക്കിടന്നു. ആരെങ്കിലും ഒരാൾക്ക് കുറെ കാലം ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കുടുംബ ബന്ധം ചേർത്തു. നബി മുഹമ്മദ് മുസ്തഫ ഈ ഐക്യമൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ, സ്റ്റേജ് കെട്ടി പ്രസംഗിക്കുന്നുണ്ടല്ലോ. എന്താ ഐക്യം എന്ന് പറഞ്ഞാൽ? എന്റെ പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ ഐക്യം എവിടെന്നാ തുടങ്ങേണ്ടത്? സംഘടനകളിൽ നിന്നല്ല, രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നല്ല. ഐക്യം തുടങ്ങേണ്ടത് നിന്റെ വീട്ടിന്റെ ഉള്ളിൽ നിന്നാ, നിന്റെ അയൽവാസികളിൽ നിന്നാ. പിന്നെ നാട്ടിലേക്ക് ഇറങ്ങിക്കോ. ഇത് അയൽക്കാരോട് മിണ്ടൂല്ല, അയൽക്കാരോട് സംസാരിക്കൂല്ല. താനും തന്റെ പ്രിയപ്പെട്ട ഭാര്യ സ്വന്തം ജീവിതത്തിന് കുറെ ഉണ്ടാക്കി വെച്ച് ഒരു വലിയ വീട് വെച്ച് ആ വീടിനൊരു കമ്പൗണ്ട് കെട്ടി അയൽവാസിയുടെ കുടുംബത്തിന്റെ വീട്ടിലേക്ക് യാതൊരു ബന്ധവുമില്ല. അവിടെ നടക്കുന്നത് പോലും നിനക്കറിയില്ല. എന്തെങ്കിലും വലിയ വിപത്ത് സംഭവിച്ചാൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫോൺ വിളി വരുമ്പോ സോഷ്യൽ മീഡിയകളിലൂടെ, ഇൻസ്റ്റാഗ്രാമിലൂടെ, ഫേസ്ബുക്കിലൂടെ, വാട്സാപ്പിലൂടെ വർത്തമാനങ്ങൾ കൈമാറുമ്പോ മാത്രം നീ അറിയുന്നുണ്ടെങ്കിൽ ആ ബന്ധം വിച്ഛേദിച്ച് മറ്റുള്ള ഏതെങ്കിലും റോട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും നാട് മുഴുവനും പോയിട്ട് നീ ഐക്യാവാൻ വേണ്ട. ഫസ്റ്റ് ഐക്യം തുടങ്ങേണ്ടത് നിന്റെ വീട് മുറ്റത്തിൽ നിന്നാണ്. ഇത് ജ്യേഷ്ഠനെ കണ്ടാൽ അനുജൻ മിണ്ടൂല്ല, ജ്യേഷ്ഠന്റെ ഉയർച്ചയിൽ അസൂയ വെക്കുകയാണ്. പെങ്ങളുടെ വീട്ടിലേക്ക് പള്ളിക്ക് കൊടുക്കും, മദ്രസക്ക് കൊടുക്കും, ഉറൂസിന് കൊടുക്കും, നോട്ടീസിൽ പേര് വരാൻ, ഇവിടെ വിളിച്ചു പറയാൻ. പക്ഷേ ഇവന്റെ പാവപ്പെട്ട പെങ്ങൾ ഉടുതുണിക്കും മറുതുണിയില്ലാതെ കഞ്ഞിവെള്ളം കുടിച്ച്, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി അരപ്പട്ടിനിയും മുഴുപ്പട്ടിനിയുമായി കഴിയുമ്പോ ഈ ഉറൂസിന് കൊടുത്തിട്ടും കാര്യമില്ല, ഈ സദസ്സിലിരുന്നിട്ടും കാര്യമില്ല. നിന്റെ ഒരു അമല് പോലും അല്ലാഹ്ക്ക് വേണ്ട. നബി മുഹമ്മദ് മുസ്തഫ ഏറ്റവും വലിയ ഇബാദത്താണത്. ആ പെട്ടെന്ന് മരിക്കുന്നത് പോട്ടെ, ദീർഘായുസ് കിട്ടുന്നത് പോട്ടെ, നിന്റെ അമല് പോലും അല്ലാഹു സ്വീകരിക്കൂല. എന്തിനാ നിങ്ങൾ ഈ സമയത്ത് പോലും ഇരിക്കുന്നത്? ഇന്നലെ പാതിരാ സമയം വരെ നിങ്ങൾ ഇരുന്നു. എന്ത്? എനിക്ക് പടച്ചോന്റെ പൊരുത്തം നേടണം, എന്റെ അമലുകൾ അല്ലാഹു സ്വീകരിക്കണമെന്ന ആഗ്രഹത്തോടെയല്ലേ? ചില ആൾക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ട്, കുടുംബത്തോട് മിണ്ടൂല്ല, അയൽവാസികളോട് പിണക്കാണ്, വർഷങ്ങളായി പിണങ്ങിക്കിടന്നിട്ട് ഒരു ബന്ധവും ഇല്ല. കുറെ നിസ്കാരക്കാരന്, കുറെ നോമ്പുകാരന് 100 അജ്മീറിലിരിക്കും, ഇൽമിന്റെ സദസ്സിലിരിക്കും, മറ്റതിലും മരിച്ചതിലും ഓൺലൈന്, രാവിലെ മുതൽ രാത്രി വരെ ഓൺലൈനിൽ തന്നെ. എല്ലാ സദസ്സിലും നല്ലതാണ്, ഞാൻ എതിർക്കുന്നതല്ല. പക്ഷേ തന്റെ കുടുംബത്തോട് ഇവന് മിണ്ടാട്ടമില്ല. ആരാധന കൊണ്ട് രക്ഷപ്പെടുമെന്ന് കരുതിപ്പോയ മുസ്ലിമേ, ഒരുപാട് നിസ്കരിക്കുന്നവരെ, ഖുർആൻ ഓതുന്നവരെ, സദഖ ചെയ്യുന്നവരെ, ആരാധനയുടെ ആകാശയാമങ്ങളിൽ സഞ്ചരിക്കുന്ന എന്റെ ഉള്ളാളത്തിന്റെ വിജ്ഞാനത്തിന്റെ സദസ്സിലിരുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂല് പറയുകയാണ്, നിങ്ങളെ നിസ്കരിച്ച നിസ്കാരമുണ്ടല്ലോ, നിങ്ങളെടുത്ത നോമ്പുണ്ടല്ലോ, നിങ്ങൾ ഓതിയ ഖുർആനുണ്ടല്ലോ, നിങ്ങൾ ചെയ്യുന്ന സദഖകളുണ്ടല്ലോ, ഉള്ളാളത്തിന്റെ വിജ്ഞാന വില്ലരിയിലിരുന്ന ഈ പരിശുദ്ധമായ അമലുകളുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ടവരെ, ദൈനംദിനം നിന്റെ റബ്ബിന്റെ കോടതിയിലേക്ക് കാണിക്കപ്പെടുന്നില്ല. അത് ദൈനംദിനം അല്ലാഹുവിലേക്ക് കാണിക്കപ്പെടുന്നില്ല. മറിച്ചത് കാണിക്കപ്പെടുന്നത് എപ്പോഴാണെന്നറിയോ? ലോകത്തിന്റെ നേതാവ് പറയാണ്, തുറൽ അഅ്മാലു അലല്ലാഹി യൗമൽ ഇസ്നൈനി വയൗമൽ ഖമീസ്. എല്ലാ വ്യാഴാഴ്ചയും എല്ലാ തിങ്കളാഴ്ചയുമാണ് അല്ലാഹ് കാണിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ലോകത്തിന്റെ നേതാവ് പോലും പറഞ്ഞത്, എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നിങ്ങൾ നോമ്പെടുക്കണേ.
കാരണം അല്ലാഹുവിലേക്ക് ഞങ്ങളുടെ അമലുകളെ പ്രത്യക്ഷപ്പെടുത്തപ്പെടുന്ന ദിവസമാണെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നാൽ സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂല് പറയാട്, സ്വഹാബാ, ഒരു വിഭാഗത്തിന്റെ അമലുകളുണ്ടല്ലോ സ്വഹാബാ, ഒരു വിഭാഗത്തിന്റെ അമലുകളുണ്ടല്ലോ. ഏഴാനാകാശത്തിന്റെ കവാടങ്ങൾ മുറിച്ചു കടക്കാതെ ഒന്നാനാകാശത്തിന്റെ കവാടങ്ങളില് ആകാശവാഹകന്മാരായ മാലാകന്മാർ തടയുകയാ. ആകാശവാഹകന്മാരായ മാലാകന്മാർ തടയുകയാണ്. സ്വഹാബത്ത് മുത്തു റസൂലുള്ളാഹിയോട് ചോദിച്ചു, സ്വഹാബ അല്ലാഹുവിന്റെ റസൂലേ, എന്തിനാണ് നബിയേ അവരുടെ പരിശുദ്ധമായ അമലുകൾ അല്ലാഹുവിന്റെ പരിശുദ്ധ വാനലോകത്ത് മാലാകന്മാർ തടയുന്നത്? മാത്രമല്ല പന്ത് പോലെ ചുരുട്ടി അവരുടെ മുഖത്തേക്ക് വലിച്ചെറിയുന്നത് എന്തിനാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ അവരുടെ ആരാധനയിലുള്ള കുറവ് കൊണ്ടാണോ, ഇബാദത്തുകളിലുള്ള വീഴ്ച കൊണ്ടാണോ, സുഹൃതങ്ങൾ വേണ്ടുപോലെ നിർവഹിക്കാത്തത് കൊണ്ടാണോ? അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയാണ്, സ്വഹാബാ, ഒരു വീഴ്ചയുമില്ല സ്വഹാബാ, ഒരു വീഴ്ചയുമില്ല സ്വഹാബാ. അവർ ആരാധനയിൽ മുമ്പന്തിയിൽ നിൽക്കുന്നവരാണ്. ഒരുപാട് നിസ്കാരക്കാരാണ്, ഖുർആനോത്തുകാരാണ്, ഹജ്ജ് ചെയ്തവരാ. പാതിരാത്രിയുടെ യാമങ്ങളിൽ എല്ലാവരും അവനവന്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ച് സുഖലോലുപ സുഖനിദ്രയിൽ കിടന്നുറങ്ങുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് പറയാട്, പള്ളിയുടെ കഥ തുറന്നുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയിൽ നെറ്റിത്തടം വെച്ച് പൊട്ടിക്കരഞ്ഞ മനുഷ്യനവനാ. സ്വഹാബത്ത് മുത്തു റസൂലുള്ളാഹിയോട് ചോദിക്കയാണ്, പിന്നെ എന്തിനാണ് നബിയേ ഇത്രയും വലിയ ആരാധനക്കാരനായി, ഇത്രയും വലിയ ഇബാദത്തുകാരനായി, ഇത്രയും വലിയ സുഹൃതം ചെയ്യുന്ന ആ മനുഷ്യന്റെ അമലുകളെ പന്ത് പോലെ തട്ടിക്കളയാനുള്ള കാരണം എന്താണ് നബിയേ? ആ സമയത്ത് അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂല് പറയാണ്, പ്രിയപ്പെട്ട സ്വഹാബാ, അവരുടെ അമലുകൾ അല്ലാഹു പന്ത് പോലെ തട്ടിക്കളിക്കാനുള്ള കാരണം എന്തെന്നറിയോ? ഒരൊറ്റ കാരണമാണ് സ്വഹാബാ, ഒരൊറ്റ കാരണമാണ് സ്വഹാബാ. അവർ കുടുംബബന്ധം മുറിച്ചവരാ, അവർ കുടുംബബന്ധം മുറിച്ചവരാ. നിങ്ങൾ കുടുംബബന്ധം മുറിച്ചിട്ടുണ്ടോ? നാളെ മുതൽ നിങ്ങൾ നിസ്കരിക്കേണ്ട ആവശ്യമില്ല, ഖുർആൻ ഓതേണ്ട ആവശ്യമില്ല, ഒരു നന്മ പോലും ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു ഇബാദത്തുകളിലും മുന്നേറേണ്ട ആവശ്യമില്ല. അല്ലാഹു എല്ലാം പൊളിച്ച് വലിച്ചെറിയുകയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. എന്താണ് എന്റെ പ്രിയപ്പെട്ടവരെ ഈ കുടുംബം എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാന്റെ മഹാന്മാർ പറയാണ്, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറഞ്ഞാൽ. കുടുംബ സന്തോഷം ഉണ്ടാവും, റാഹത്തുണ്ടാവും അല്ലേ? നമ്മളൊരു ഫാമിലി മീറ്റൊക്കെ സംഘടിപ്പിക്കുമ്പോ, അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു വിരുന്നുകാർ വരുമ്പോ അതിലുള്ള ഒരു സന്തോഷം, അതിലുള്ള ഒരു റാഹത്ത്, അതിലുള്ള ഒരു മനസ്സമാധാനം, അതാണ് കുടുംബം. ഈ കുടുംബം 3 നിലക്കുള്ള കുടുംബമുണ്ട്. ചുരുക്കി പറയാണ്, മുനീർ ഉദവി ഉസ്താദ് വന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, 3 നിലക്കുള്ള കുടുംബമുണ്ട്. ഒന്നാമത്തെ കുടുംബം നസബിനാലുള്ള കുടുംബം, രണ്ടാമത്തെ കുടുംബം റളാഇനാലുള്ള കുടുംബം, മൂന്നാമത്തെ കുടുംബം മുസാഹറത്തിനാലുള്ള കുടുംബം. ഈ 3 നിലക്കുള്ള കുടുംബത്തിൽ നസബ് എന്ന് പറഞ്ഞാൽ എന്റെ വാപ്പ, എന്റെ ഉമ്മ, എന്റെ ജ്യേഷ്ഠൻ, എന്റെ അനുജൻ, ഇങ്ങനെ വരുന്ന ഒരു കുടുംബം. റളാഇനാലുള്ള എന്ന് പറഞ്ഞാൽ മുലക്കുടി ബന്ധത്തിനാലുള്ള കുടുംബം. വിശദീകരിക്കാൻ സമയമില്ല. മൂന്നാമത്തെ കുടുംബം എന്റെ പ്രിയപ്പെട്ടവരെ പെൺകെട്ട് ബന്ധത്തിനാലുള്ള കുടുംബം. ഈ 3 നിലക്കുള്ള കുടുംബത്തിനെ ഒരു ഉദാഹരണം പറയാണ് ഞാൻ. ഒരു 150 വീടുകളുണ്ട് എന്ന് സംഘടിപ്പിക്കാം, 50 വീടുകൾ. എന്നാൽ ഈ 50 വീടുകളിൽ ഓരോ 50 വീടുകളിൽ 150 പേര് താമസിക്കുന്നുണ്ട് എന്ന് സങ്കല്പിക്കാം. എന്നാൽ ആ 150 വീടുകളിലുള്ള 450 പേർ അവിടെ മുല കുടിക്കുന്ന കുട്ടിയുണ്ടാകും, പ്രായാധിക്യം ചെന്ന ഉപ്പാപ്പയുണ്ടാവും, വയോധികരുണ്ടാവും, യുവാക്കളുണ്ടാകും. ഓരോരുത്തരും നിന്റെ കുടുംബക്കാരാ. ഈ കുടുംബത്തെ ബന്ധിപ്പിക്കുന്ന ആ കുടുംബ ബന്ധത്തിന് അറബിയിൽ പറയുന്ന പേരാണ് റഹിം എന്ന്. റഹിം ആരായി റഹിം എന്ന് പേര് വെച്ചത്? അല്ലാഹു തആല ഒരു ഖുദ്സിയായ ഹദീസിൽ ഈ ഉമ്മത്തിനോട് പഠിപ്പിക്കുകയാണ്. ഖാലല്ലാഹു അനല്ലാഹു അനർ റഹ്മാൻ. അല്ലാഹു തആല പറയുകയാണ്, ഞാൻ അല്ലാഹയാണ്, ഞാൻ റഹ്മാനാണ്. എനിക്കൊന്നല്ല രണ്ടല്ല 99 പേരുകളുണ്ട്. എനിക്ക് 99 പേരുകളുണ്ട്.
എന്നാൽ ആ 99 പേരുകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എന്റെ പേര് ഏതാണെന്നറിയോ? റഹ്മാൻ എന്ന് പറയുന്ന പേരാണ്. എന്നിട്ടോ അല്ലാഹു തആല പറയുകയാണ്, എന്റെ റഹ്മാൻ എന്നുള്ള പേരുണ്ടല്ലോ, എന്റെ റഹ്മാൻ എന്ന് പറയുന്ന നാമധേയമുണ്ടല്ലോ, ആ നാമധേയത്തിന് ഫശഖഖതു ലഹാ ഇസ്മം മിൻ ഇസ്മിഹി, എന്റെ റഹ്മാൻ എന്ന് പറയുന്ന പേരിന് ഞാൻ കട്ട് ചെയ്തതാണ്. റഹ്മാൻ എന്ന് പറയുന്ന പേരിൽ നിന്നുള്ള നൂന് ഞാൻ കട്ട് ചെയ്തതാണ്. അപ്പൊ റഹ്മാന്റെ നൂന് കട്ട് ചെയ്തെന്തായി? റഹീം എന്ന്. എന്നിട്ടോ അല്ലാഹു തആല പറയുകയാണ്, ആ പേരിന് ഞാൻ വെച്ചു കൊടുത്തത് ആർക്കാണെന്നറിയോ? ഞാൻ ആദ്യം സൂചിപ്പിച്ചുവല്ലോ, ഭൗതിക ലോകത്തിന്റെ ഗവേഷണത്തിന് വിധേയമായ 6 കോടി സൃഷ്ടിജാലങ്ങൾ ഈ ഭൗതിക ലോകത്തുണ്ടായിരിക്കെ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാൾക്ക് പോലും അല്ലാഹു ആ പേര് വെച്ചു കൊടുത്തില്ല. പിന്നെ ആർക്കാണ് ആ റഹ്മാൻ എന്ന പേരിന്റെ നൂന് കട്ട് ചെയ്തിട്ടുള്ള റഹീം എന്ന പേര് അത് വെച്ചു കൊടുത്തത് ആർക്കാണെന്നറിയോ? കുടുംബം എന്ന് പറയുന്ന സൃഷ്ടിക്കാണ്. കുടുംബം എന്ന് പറയുന്ന സൃഷ്ടിക്ക് അല്ലാഹു വെച്ചു കൊടുക്കുകയാണ്. എന്നിട്ടോ അല്ലാഹു തആല ആ കുടുംബം എന്ന് പറയുന്ന സൃഷ്ടിയെ ഭൗതിക ലോകത്തേക്ക് പറഞ്ഞേക്കുന്നില്ല. അല്ലാഹു തആല ആ സൃഷ്ടിയെ പറഞ്ഞേക്കാതെ അല്ലാഹുവിന്റെ അർശിന്റെ താഴ്വരയിൽ കെട്ടി തൂക്കുകയാ. അല്ലാഹുവിന്റെ അർശിന്റെ താഴ്വരയിൽ കെട്ടി തൂക്കുകയാണ്. എന്നിട്ടോ അല്ലാഹു തആല കുടുംബത്തോട് ചോദിക്കുകയാണ്, കുടുംബമേ നിന്റെ ആവശ്യം എന്താ? കുടുംബമേ, കുടുംബമേ നിന്റെ ആവശ്യം എന്ത്? എന്നോടൊന്ന് പറയോ, എന്നോടൊന്ന് പറയോ നിന്റെ ആവശ്യങ്ങളെ കുറിച്ചെന്ന് പടച്ചവനാ കുടുംബം എന്ന് പറയുന്ന സൃഷ്ടിയോട് ചോദിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, കുടുംബം എന്ന് പറയുന്ന സൃഷ്ടി പടച്ചവനോട് പറയാട്, അല്ലാഹുവേ മൻ വസലനീ വസലഹുല്ലാഹ് വമൻ ഖതഅനീ ഖതഅഹുല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ആരെങ്കിലും ഒരാൾ ഭൗതിക ലോകത്ത് എന്നെ ചേർത്ത് കഴിഞ്ഞാൽ അവനെ നീ ചേർക്കണേ അല്ലാ. ആരെങ്കിലും ഒരാൾ എന്നെ മുറിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും ഒരാൾ എന്റെ ബന്ധം ധിക്കരിച്ചു കഴിഞ്ഞാൽ, എന്നെ മുറിച്ചു കളഞ്ഞാൽ അവനെ നീ മുറിക്കണേ അല്ലാ. ആലോചിച്ച് നോക്കിയേ, കുടുംബം പറയാ. അപ്പൊ ഒരാൾ കുടുംബക്കാരനോട് പിണങ്ങി കിടന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹു നീയുമായി പിണങ്ങി കിടക്ക. അതിന്റെ അർത്ഥം അതാ. ആരെങ്കിലും ഒരാൾ കുടുംബത്തെ വിച്ഛേദിച്ചിട്ടുണ്ടെങ്കിൽ, ബന്ധം മുറിച്ചിട്ടുണ്ടെങ്കിൽ, നീയും അല്ലാഹുമായുള്ള ബന്ധം എന്നേ മുറിഞ്ഞിരിക്കുക. പിന്നെ നീ നിസ്കരിക്കുന്ന നിസ്കാരം എന്തിനാ? അല്ലാഹ്. നീ നോക്കുന്ന നോമ്പെന്തിനാ? നീ ഓതുന്ന ഖുർആൻ എന്തിനാ? നീ ചെയ്യുന്ന സദഖ എന്തിനാ? അതുകൊണ്ടല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ നേതാവ് പറഞ്ഞത് ശഅബാനിന്റെ 1ാമത്തെ പുണ്യരാത്രിയാണെന്ന്. ആദരണീയനായ ത്വാഖഫ് ഉസ്താദ് നമ്മുടെ നാട്ടിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, മാസം 1 ശഅബാൻ പിറവി. പരിശുദ്ധമായ വാനം, അവിടുത്തെ പുണ്യമേറിയ പൊന്നമ്പിളി വാനത്ത് തെളിഞ്ഞു എന്ന് മാസം പ്രഖ്യാപിക്കുമ്പോ, അല്ലാഹുവേ ഈ ശഅബാൻ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോ നമുക്ക് ഓർക്കാനുള്ളത് ഒരൊറ്റ രാത്രിയാണ്. ആ ഒരു രാത്രിക്ക് വേണ്ടി നമ്മൾ പാടുപെടുന്നത് 1 വർഷങ്ങളോളമായി. ഏത് രാത്രിയാണെന്നറിയോ? ലൈലത്തുൽ ബറാഅത്തിന്റെ രാത്രി. എന്താ രാത്രിന്റെ പ്രത്യേകത? നമ്മുടെ ഉസ്താദന്മാരൊക്കെ പ്രസംഗിച്ച് പറഞ്ഞില്ലേ, 3 യാസീൻ ഓതണം. 3 യാസീൻ അന്നത്തെ രാത്രി, അസർക്കല്ല, മഗ്രിബ് നിസ്കരിച്ചിട്ട് ഓതണം. പിന്നെ ദുഖാൻ സൂറത്ത് ഓതണം. അങ്ങനെ ഓതിയാൽ അള്ളാഹു 1-ാം ആകാശത്തിലേക്ക് വന്ന് നമ്മോട് പല കാര്യങ്ങൾ, എന്നോട് ചോദിക്കടോ എന്ന് പറയും. അപ്പൊ നമ്മുടെ ദീർഘായുസിന് വേണ്ടി, ആഫിയത്തിന് വേണ്ടി, റിസ്കിന് വേണ്ടിയൊക്കെ ചോദിക്കുന്ന രാത്രിയാണ്. എന്നാൽ ലോകത്തിന്റെ നേതാവ് പറയാണ്, എന്റെ പ്രിയപ്പെട്ട ഉള്ളാളിന്റെ വിജ്ഞാന സദസ്സിൽ ഒരുമിച്ച് കൂടിയവരെ, ഒരുപാട് അമലുകൾ ചെയ്തവരെ, പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവരെ, അള്ളാന്റെ റസൂല് പറയാണ് സ്വഹാബത്തിനോട്, എന്റെ പ്രിയപ്പെട്ടവരെ, പുണ്യമേറിയ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഓരോ മനുഷ്യന്റെ കാര്യങ്ങൾ നിർണയിക്കുന്ന, അവന്റെ ഭക്ഷണം നിർണയിക്കുന്ന, അവന്റെ ആയുസ് തീരുമാനിക്കുന്ന, അവന്റെ എല്ലാ പുരോഗതികളെയും നിർണയിക്കുന്ന പരിശുദ്ധ ലൈലത്തുൽ ബറാഅയുണ്ടല്ലോ. അന്നത്തെ രാത്രി ഉള്ളാളത്തുള്ളവര് വീട്ടിലേക്ക് അല്ലാഹു തിരിഞ്ഞു നോക്കൂല മുസ്ലിമേ.
അള്ളാഹുവിന്റെ വിശുദ്ധ റഹ്മത്തിന്റെ നോട്ടം ആ വീട്ടിലേക്കില്ല. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം ആ വീട്ടിലേക്കില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ സ്വഹാബത്ത് ചോദിക്കാണ്, എന്താണ് നബിയേ, എന്തിനാണ് നബിയേ ബറാഅത്തിന്റെ രാത്രിയിൽ പോലും അള്ളാഹു തിരിഞ്ഞു നോക്കാത്ത ഹതഭാഗ്യരാരാ? അന്നത്തെ രാത്രിയുണ്ടല്ലോ, നിന്റെ വീടിന്റെ അകത്തളത്ത് വെച്ച് 3 അല്ല 300 അല്ല 3000 അല്ല 3 ലക്ഷം യാസീൻ ഓതിയാ പോലും അള്ളാഹു തിരിഞ്ഞു നോക്കാത്ത ഉള്ളാളത്തൊരു വീടുണ്ട് മുസ്ലിമേ. പരിശുദ്ധമായ പടിഞ്ഞാറ് ചക്രവാളത്തിൽ നിന്ന് സൂര്യൻ അസ്തമിച്ച് പ്രഭാതം പൊട്ടിവിടരുന്നത് വരെ പടച്ചവനോട് പൊട്ടിക്കരഞ്ഞാ പോലും, പടച്ചവൻ ഇഷ്ടപ്പെടുന്ന എന്ത് ഇബാദത്തുകൾ ചെയ്താ പോലും, അള്ളാഹുവിന്റെ ആരാധനയുടെ ആകാശയാമങ്ങളിൽ സഞ്ചരിച്ചാ പോലും അള്ളാഹു തിരിഞ്ഞു നോക്കാത്ത ഒരു വീട് ഉള്ളാളത്തുണ്ട് മുസ്ലിമേ. സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ബറാഅത്തിന്റെ രാത്രിയിൽ അള്ളാഹു തിരിഞ്ഞു നോക്കാത്ത വീട് ഏതാണെന്നറിയോ? കുടുംബബന്ധം മുറിച്ചവരാ. കുടുംബബന്ധം മുറിച്ചവരുടെ വീട്ടിലേക്ക് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ബറാഅത്തിന്റെ രാത്രിയിൽ പോലും തിരിഞ്ഞു നോക്കാത്ത വീട്. എന്റെ പ്രിയപ്പെട്ടവരെ, കുടുംബബന്ധം മുറിച്ച വീടാണ്. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ചുരുക്കുകയാണ്. അപ്പൊ ദീർഘായുസ് വേണമെങ്കിൽ ഒന്നാമതായി അള്ളാഹുവിന്റെ ഭൗതിക ലോകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് കുടുംബബന്ധം പുലർത്തലാണ്. രണ്ടാമത്തെ ഒരു കാര്യം കൂടി ചുരുങ്ങിയ സമയത്ത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ മൂസാ നബിയോട് അല്ലാഹു പറഞ്ഞതാണ്, മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞതാണ്, യാ മൂസാ വക്കിർ വാലിദൈ. മൂസാ നബിയോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞതാണ്, നിന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കണം മൂസാ, നിന്റെ മാതാപിതാക്കളെ ആദരിക്കണം മൂസാ, നിന്റെ മാതാപിതാക്കൾക്ക് സേവനം ചെയ്യണം മൂസാ, നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം മൂസാ. എന്നിട്ടോ അല്ലാഹു തആല മൂസാ നബിയോട് പറയാട്, മൂസാ ഫഇന്ന മൻ വക്കറ വാലിദൈ മദത്തു ഫീ ഉംരിഹി വവഹബതു ലഹു വലദൻ യബിറുഹു. ആരെങ്കിലും ഒരാളെ മാതാപിതാക്കളെ ബഹുമാനിച്ചാൽ, വയസ്സായ വാപ്പയും ഉമ്മയും ബഹുമാനിച്ചാൽ, അവരെ ആദരിച്ചാൽ, അവരെ സ്നേഹിച്ചാൽ, അവർ വീട്ടിലിരിക്കുക എന്നുള്ളത് പോലും ബറക്കത്താണ്, അവർ വീട്ടിൽ കഴിയുക എന്നുള്ളത് പോലും റഹ്മത്താണ്, അവർ വീടിന്റെ അകത്തളത്ത് കഴിയുക എന്നുള്ളത് ഐശ്വര്യമാണ്. അങ്ങനെയുള്ള നിന്റെ മാതാപിതാക്കളെ നീ ബഹുമാനിക്കുന്നുണ്ടോ? നിന്റെ മാതാപിതാക്കളെ നീ ആദരിക്കുന്നുണ്ടോ? നിന്റെ മാതാപിതാക്കളെ നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ലോകത്തിന്റെ നേതാവ് പറയാ, അള്ളാഹുവിന്റെ പരിശുദ്ധ മൂസാ നബിയോട് അള്ളാഹു പറയാട്, മദത്തു ഫീ ഉംരിഹി, അവനിക്ക് ഞാൻ ദീർഘായുസ് നൽകുകയാണ്. നിന്റെ വീട്ടിലുള്ള നിന്റെ വാപ്പയുണ്ടല്ലോ, നിന്റെ വീട്ടിലുള്ള നിന്റെ ഉമ്മയുണ്ടല്ലോ, അവർക്ക് നീ സേവനം ചെയ്താൽ, അവർക്ക് നീ ഭക്ഷണം കൊടുത്താൽ, അവർക്ക് നീ മരുന്ന് വാങ്ങിക്കൊടുത്താൽ, കാരണം എന്താ? അവരുടെ പൊരുത്തം എന്നുള്ളത് അള്ളാന്റെ പൊരുത്തമാണ് മുസ്ലിമേ. ഒരുപാട് കാലമായില്ലേ നിസ്കരിക്കുന്നത്, ഒരുപാട് കാലമായില്ലേ ഇൽമിന്റെ സദസ്സിലിരിക്കുന്നത്, ഒരുപാട് കാലങ്ങളായില്ലേ നന്മകൾ ചെയ്യുന്നത്, ഒരുപാട് കാലങ്ങളായില്ലേ സുഹൃതങ്ങൾ ചെയ്യുന്നത്. ലോകത്തിന്റെ നേതാവ് പറയാട്, അള്ളാന്റെ പൊരുത്തമുണ്ടോ എന്നോ ഇല്ലയോ എന്ന് നിനക്കറിയണ്ടയോ? പടച്ചോന്റെ പൊരുത്തം നിനക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്ന് അറിയണ്ടയോ? എന്നാൽ ലോകത്തിന്റെ നേതാവ് പറയാട്, അള്ളാന്റെ അടുത്ത് നിന്നെ കൊണ്ട് പോകാൻ കഴിയില്ലല്ലോ, പടച്ചവനെ ബന്ധപ്പെടാൻ കഴിയില്ലല്ലോ, നിന്റെ അള്ളാഹുവിന്റെ പൊരുത്തം നിനക്ക് ലഭ്യമായിട്ടുണ്ടോ എന്നറിയാൻ അള്ളാന്റെ റസൂല് പറയാണ്, നിന്റെ വീടിന്റെ അകത്തളത്തുള്ള നിന്റെ പ്രിയപ്പെട്ട വൃദ്ധരായ വയോധികരായ നിന്റെ വാപ്പയും ഉമ്മയോട് നീ ചോദിക്കണേ, അവരോട് പോയി ചോദിക്കണേ. ആ ഉമ്മയോട് നിന്നോട് പറയാണ്, മോനെ നിനക്കെപ്പോഴും എന്റെ പൊരുത്തമാ, നിനക്കെപ്പോഴും എന്റെ പൊരുത്തമാ.
നിന്റെ വാപ്പ പറയാണ്, മോനെ നീ പേടിക്കല്ലേ, എപ്പോഴും നിനക്കെന്റെ ദുആ ഉണ്ടടാ, എപ്പോഴും നിനക്കെന്റെ പൊരുത്തമുണ്ടടാ. മനസ്സ് നിറഞ്ഞ് നിന്റെ വാപ്പയും ഉമ്മയും പറഞ്ഞാൽ അത് അള്ളാന്റെ പൊരുത്തമാണ്, അത് അള്ളാന്റെ പൊരുത്തമാണ്. അങ്ങനെയുള്ള ആരെങ്കിലും ഒരാൾക്ക്, ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് മാതാപിതാക്കളുടെ പൊരുത്തം കിട്ടിയിട്ടുണ്ടോ? മാതാപിതാക്കളെ സേവിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ? വയസ്സായ വാപ്പയും ഉമ്മാക്ക് സേവനം ചെയ്യാനുള്ള തൗഫീക്ക് നൽകിയിട്ടുണ്ടോ അല്ലാഹു? എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, നിനക്ക് പെട്ടെന്നുള്ള മരണമില്ല, നിനക്ക് അല്ലാഹു ദീർഘായുസ് നൽകുകയാണ്, നിനക്ക് അല്ലാഹു ആഫിയത്ത് നൽകുകയാണ്, നിന്റെ എല്ലാ കാര്യങ്ങളെയും പടച്ചവൻ ഏറ്റെടുക്കുകയാണ്. മാത്രമല്ല വവഹബതു ലഹു വലദൻ യബിറുഹു, നിനക്ക് ഗുണം ചെയ്യുന്ന, നിനക്ക് നന്മ ചെയ്യുന്ന നിന്റെ മാതാപിതാക്കളെ നീ എങ്ങനെയാണോ നോക്കിയത്, അതിനേക്കാൾ ഇരട്ടി നിനക്ക് ഉപകാരം ചെയ്യുന്ന മക്കളെ അല്ലാഹു നിനക്ക് സമ്മാനിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കാം. അതുകൊണ്ട് പറഞ്ഞു വരുന്നത്, മാതാപിതാക്കളെ സേവിക്കണം, അവർക്ക് വേണ്ടുന്ന സേവനങ്ങൾ ചെയ്തു കൊടുക്കണം. ആ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ കഷ്ടപ്പാടുകളിൽ ഇണയായി, തുണയായി, നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ട, നിനക്ക് വേണ്ടി ഒരുപാട് അധ്വാനങ്ങൾ സഹിച്ച, നിനക്ക് ചോറുവാരി തന്ന, താഴെ വെച്ചാൽ ഉറുമ്പരിക്കും മുകളിൽ വെച്ചാൽ പേനരിക്കുമെന്ന ഭയത്തോടുകൂടെ നിന്നെ വളർത്തിയ നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ എപ്പോഴാണ് നിനക്ക് സേവിക്കാൻ കഴിയുന്നത്? അന്നെന്റെ പ്രിയപ്പെട്ടവരെ, നിനക്ക് അല്ലാഹു ദീർഘായുസ് നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതല്ലേ ലോകത്തിന്റെ നേതാവ് ഒരു ഹദീസിൽ പറയുന്നത്, അൽ വാലിദാനി ബാബാനി മിൻ അബ്വാബിൽ ജന്ന, നിന്റെ മാതാപിതാക്കൾ സ്വർഗ്ഗത്തിന്റെ 2 കവാടങ്ങളാണ്. സ്വർഗ്ഗത്തിന് 2 കവാടമുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ. ആ കവാടം മുറിച്ചു കടക്കാതെ അള്ളാഹുവിന്റെ ലോകത്തേക്ക്, സ്വർഗീയ ആരാമത്തിലേക്ക് നിന്നെ കൊണ്ട് പ്രവേശിക്കാൻ പറ്റൂല. ആ 2 കവാടത്തിൽ നിന്നുള്ള 1ാമത്തെ കവാടത്തിന്റെ പേരാണ് നിന്റെ വാപ്പ. ആ വാപ്പ എന്നുള്ള കവാടം മുറിച്ചു കടക്കാതെ നിന്നെ കൊണ്ടൊരിക്കലും സ്വർഗീയ ലോകത്തേക്ക് കടക്കാൻ പറ്റൂല എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ. മറ്റൊരു കവാടമാണ് നിന്റെ പ്രിയപ്പെട്ട ഉമ്മ. അതുകൊണ്ടവരെ വേദനിപ്പിക്കല്ലേ, അതുകൊണ്ടവരെ പ്രയാസപ്പെടുത്തല്ലേ, അതുകൊണ്ടവരെ ദുഃഖിപ്പിക്കല്ലേ, ദുരിതപ്പെടുത്തല്ലേ. ലോകത്തിന്റെ നേതാവ് പറയാണ്, കുല്ലു ദുനൂബി യുഅഖിറുല്ലാഹു മിന്നാ മാശാ ഇലാ യൗമിൽ ഖിയാമ. നീ എത്ര വലിയ തമ്മാടിത്തനം ചെയ്തവനാണെങ്കിലും, കള്ളു കുടിച്ചവനാവട്ടെ, പെണ്ണ് പിടിച്ചവനാവട്ടെ, മയക്കുമരുന്നിന് അഡിക്റ്റായവനാവട്ടെ, തിന്മകളുടെ കൂമ്പാരങ്ങളിൽ സഞ്ചരിച്ചവനായാലും അല്ലാഹുവിന്റെ റസൂല് പറയാണ്, അല്ലാഹുവിന്റെ ലോകത്തിന്റെ നേതാവ് പറയാണ്, ആര് എന്ത് തെറ്റ് ചെയ്താലും അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ഒരുപക്ഷേ നാളെ ആഖിറത്തിലേക്ക് അത് ബന്ധിച്ചേക്കാം. ആ തെറ്റിന്റെ പ്രതിവിധി ഉണ്ടല്ലോ, ആ കുറ്റത്തിന്റെ അദാബുകൾ ഉണ്ടല്ലോ, അല്ലാഹു ഒരുപക്ഷെ നിനക്ക് ആഖിറത്തിലേക്ക് ബന്ധിച്ചേക്കാം. ഇല്ലാ ഉഖൂഖൽ വാലിദൈൻ, ഉള്ളാളത്തുള്ള വീടിന്റെ അകത്തളത്തൊരു ഉപ്പൻചാക്കിനെ പോലെ കഴിയുന്ന നിന്റെ വാപ്പാ, ഒരു മൈൻഡ് പോലും ചെയ്യാത്ത നിന്റെ വാപ്പ, നിന്നെ പൊന്നു പോലെ താരോലിച്ച് വളർത്തിയ നിന്റെ ഉമ്മ, നിന്റെ കാഷ്ടം കോരിയ, നിന്റെ മൂത്രം കോരിയ നിന്റെ ഉമ്മ, നിനക്ക് ചോറ് വാരി തന്ന നിന്റെ ഉമ്മ, അമ്മിഞ്ഞ പാല് തന്ന ഉമ്മ, 2 ജീവനെ ഒന്നായി കണ്ട് മരണതുല്യമായ വേദന സഹിച്ചുകൊണ്ട് രാത്രികളെ പകലുകളാക്കി നിനക്ക് മാറ്റിയ നിന്റെ ഉമ്മ. ആ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നീ വേദനിപ്പിച്ചിട്ടുണ്ടോ? ഓനെ അല്ലാഹു ആഖിറത്തിലേക്ക് മാത്രമല്ല അത് ബന്ധിക്കുന്നു. ആഖിറത്തിൽ എന്തായാലും നിനക്കതിന്റെ പ്രതിവിധികൾ അല്ലാഹു തരികയാണ്. പക്ഷേ അല്ലാഹുവിന്റെ റസൂല് പറയാ, ലോകത്തിന്റെ നേതാവ് പറയാണ്, ഫഇന്നല്ലാഹ യുഅജ്ജിലുഹു ലിസ്വാഹിബിഹി ഫിൽ ഹയാതി ഖബലൽ മമാത്. മരിക്കുന്നതിന്റെ മുമ്പ് നീ അനുഭവിക്കാതെ മരിക്കൂല. ദുനിയാവിൽ നീ അത് അനുഭവിക്കാതെ, അതിന്റെ പ്രതിവിധികൾ അനുഭവിക്കാതെ, അതിന്റെ അദാബുകൾ നീ അനുഭവിക്കാതെ മരിക്കൂല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. എങ്ങനെയാ അനുഭവിക്കുന്നത്? എങ്ങനെ ഉസ്താദേ?
നീ എങ്ങനെയാണ് വേദനിപ്പിച്ച? പല ആളുകളും ഈ വയസ്സാകുമ്പോ പറയുന്നുണ്ട്, ഉസ്താദെ എന്റെ കൺട്രോളിലില്ല. എന്ത് പണി? ഭംഗിവലി, എന്ത് പണി? കഞ്ചാവ്, എന്ത് മയക്കുമരുന്ന്, എന്ത് കള്ളു കുടിഞ്ഞിട്ട് ഉള്ളാളത്തിന്റെ വീതികളിൽ പേപട്ടിയെ പോലെ കിടക്കാണ്. ഒന്നുമില്ല ഉസ്താദെ. എന്താ നീ പണ്ട് വേദനിപ്പിച്ചത് കൊണ്ടായിരിക്കും. നീ എങ്ങനെയാണ് വേദനിപ്പിച്ചത് അതിന്റെ ഇരട്ടി എന്റെ പ്രിയപ്പെട്ടവരെ നിന്നെ വേദനിപ്പിക്കുന്ന ഒരു മകനെ നിനക്ക് അല്ലാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മൂന്നാമതായി ദീർഘായുസ് കിട്ടാൻ അള്ളാന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ സ്വതക്ക ചെയ്തു, ധാരാളം ദാനധർമ്മം ചെയ്തു, എന്നാൽ നിങ്ങൾക്ക് ദീർഘായുസ് കിട്ടാം. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദീർഘായുസ് ഒരാൾക്ക് കിട്ടിയാൽ അവനെ പോലൂത്ത ഭാഗ്യവാൻ ലോകത്തില്ല. അതിന്ന് മിഞ്ഞാന്നാണ് നമ്മുടെ ഈ സദസ്സിൽ ആദരണീയനായ നമ്മുടെയൊക്കെ ഫൈസീസിന്റെ നേതാവായിരുന്ന, ഒരു കാലത്ത് അഗ്രഗണ്യ പ്രഭാഷകനായിരുന്ന, പല മഹല്ലുകളിലും നേതൃത്വം വഹിച്ച പ്രിയപ്പെട്ട സുലൈമാൻ ഫൈസി ഉസ്താദ്, അള്ളാഹു പരലോകം വിശാലമാക്കി കൊടുക്കട്ടെ. ഞാൻ ലക്ഷദ്വീപിലേക്ക് വഅലിന് പോയപ്പോ ഞാൻ അവിടുത്തെ സംഘാടകരോട് ചോദിച്ചു, കർണാടകയിൽ നിന്ന് ലക്ഷദ്വീപിലേക്ക് ആദ്യമായിട്ട് ഞാനായിരിക്കുമല്ലോ വഅലിന് വരുന്നത്, ഒരു 4-5 വർഷത്തിന്റെ മുമ്പ്. അപ്പോൾ അവർ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഉസ്താദെ നിങ്ങളെക്കാളും മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിലേക്ക് കർണാടകയിൽ നിന്ന് വഅലിന് വന്ന ഒരു മനുഷ്യനാണ് സുലൈമാൻ ഫൈസി കണിയൂർ ഉസ്താദ്. ആ ഉസ്താദാണ് എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നമ്മുടെ ആദരണീയനായ നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പളും കൂടിയായ പ്രിയപ്പെട്ട ഉസ്മാൻ ഫൈസി ഉസ്താദിന്റെ ഒരു വോയിസ് കേട്ട് എന്റെ മനസ്സ് പൊട്ടിപ്പോയി. നൂറെ അജ്മീർ നടക്കുന്ന ആ ദിവസം വിശുദ്ധ മിഅ്റാജിന്റെ നോമ്പ് നോറ്റ് എന്റെ പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധ നാട്ടിലേക്ക് അസർ നമസ്കാരത്തിന് വന്ന മനുഷ്യൻ സിയാറത്ത് കഴിഞ്ഞ് ഉസ്മാൻ ഫൈസി ഉസ്താദിനോട് സംസാരിച്ചു. എന്നിട്ടോ ആ ഉസ്താദിനോട് നിങ്ങൾ നൂറെ അജ്മീറിന് വരുന്നില്ലേ ചോദിച്ചപ്പോൾ, ഞാൻ നോമ്പ് തുറന്ന് എന്റെ ഭാര്യയുടെ വീട്ടിലാണ് ഞാനുള്ളത്, കൂളൂറിൽ, ഞാൻ നോമ്പ് തുറന്ന് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ മനുഷ്യൻ എന്റെ പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട ഉസ്മാൻ ഫൈസി ഉസ്താദ് കാത്തു നിൽക്കുകയാണ്. കാരണം അവർ അത്രയും നമ്മുടെ ഫൈസീസിന്റെ സ്റ്റേറ്റ് ട്രഷററാണ് അദ്ദേഹം. ഉസ്മാൻ ഫൈസി ഉസ്താദ് പ്രഗൽഭനാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഈ മഹല്ലത്തിന് ഒരു നല്ല ഒരു ഖതീബിനെയാണ് നിങ്ങൾക്ക് കിട്ടിയത്. ഞാൻ അദ്ദേഹത്തിന്റെ മഹലിൽ ജോലി ചെയ്ത ഒരു ആളും കൂടിയാണ്, പ്രഗൽഭനായ ഒരു ഉസ്താദ്, പ്രിയപ്പെട്ട നമ്മുടെ പി ഉസ്താദിന്റെ ഒക്കെ ശിഷ്യനായ അൻവർ അലി ദാരിമി ഉസ്താദ്. 2 മഹനീയ നേതൃത്വം നിങ്ങൾക്കുണ്ട്. അതിനപ്പുറം പ്രിയപ്പെട്ട കൂറത്തങ്ങളുടെ നേതൃത്വവും നിങ്ങൾക്കുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ആ ഉസ്താദ് ഇങ്ങനെ കാത്തിക്കാണ്. എന്തിന്? സുലൈമാൻ ഫൈസി ഉസ്താദ് ഇപ്പൊ വരും സദസ്സാകെ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഉള്ളാളം ജനസാഗരത്തോടുകൂടെ നിറഞ്ഞൊലിക്കുമ്പോ പിന്നിൽ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞു, സുലൈമാൻ ഉസ്താദ് കണിയൂർ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയി. 5:30 നമ്മുടെ ദക്ഷിണ കന്നഡ ജില്ലാ ഫൈസീസിന്റെ ഗ്രൂപ്പിൽ ഒരു വോയിസ് വിട്ട മനുഷ്യൻ 8 മണിയാകുമ്പോ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയി. അങ്ങനെയുള്ള ലോകത്തിന്റെ പ്രിയപ്പെട്ട മുസ്ലിമെ, ഞാൻ അവസാനിപ്പിക്കാണ്. ഈ പറഞ്ഞ 3 കാര്യങ്ങളുണ്ടല്ലോ, ഈ പറഞ്ഞ 3 കാര്യങ്ങളുണ്ടല്ലോ, കുടുംബ ബന്ധം ചേർത്താൽ, നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് നീ സേവനം ചെയ്താൽ, സദഖയിലൂടെ അള്ളാഹുവിന്റെ പൊരുത്തം നീ നേടിയാൽ, ലോകത്തിന്റെ നേതാവതല്ലേ പറഞ്ഞത്, അസ്സദഖതു തസുദ്ദു ബാബം മിനശ്ശർറ്, സദഖയല്ലാ ഷർറിന്റെ കവാടങ്ങളെയും അവിടുന്ന് തടഞ്ഞു കളയുകയാണ്, എല്ലാം തടുക്കുകയാണ്. കാരണം സ്വതക്കക്ക് അത്രയും പവറുണ്ട്. ഒരു പെട്ടെന്നുള്ള മരണം അല്ലാഹു നിശ്ചയിച്ചാൽ, നീ പോകുന്ന വഴിയിൽ വാഹനാപകടം തരാൻ അല്ലാഹു തീരുമാനിച്ചാൽ, ഒരു ദുരൂഹതയുള്ള മരണത്തിന് ഇടയാവാൻ അല്ലാഹുവിന്റെ തീരുമാനമുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ സ്വതക്ക തടയുകയാ. അതുകൊണ്ട് ദീർഘായുസിന്റെ ഉടമകളാകാൻ, പടച്ചവന്റെ പൊരുത്തം നേടാൻ, ദുനിയാവിലുള്ള ഏറ്റവും നല്ല ഉത്തമരായ മനുഷ്യരായി മാറാ, അമലുകളിലൂടെ നല്ല മാസങ്ങളാ ദിവസങ്ങളാ കടന്നു വരുന്നത്. വിശുദ്ധമായ ബറാഅത്തിന്റെ രാത്രി പിണങ്ങിക്കിടക്കല്ല മുസ്ലിമേ, ബന്ധങ്ങളെ വിച്ഛേദിക്കല്ല മുസ്ലിമേ. അകന്നവരോട് ഇണങ്ങാനും അകന്നവരെ സ്നേഹിക്കാനും, നിന്റെ കുടുംബത്തിൽ പിണങ്ങിക്കിടന്നവരോട് ഇണങ്ങാനുമുള്ള മനസ്സ് നീ കാണിച്ചില്ല എങ്കിൽ നിനക്ക് ബറാഅത്ത് രാത്രിയില്ല, വിശുദ്ധമായ റമദാൻ മാസമില്ല, നിന്റെ ഒരു അമല് പോലും അല്ലാഹു സ്വീകരിക്കൂല്ല. നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രഗത്ഭനായ നമ്മുടെ മുനീർ ഉദവി ഉസ്താദ് ഉണ്ട്, ഇൻഷാ അല്ലാഹ് അദ്ദേഹം സംസാരിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സദസ്സ് കബൂൽ ചെയ്യട്ടെ. മഹാനായ സയ്യിദ് മദനി തങ്ങളുടെ ചാരത്താണ് ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നാളത്തെ പടിഞ്ഞാറ് ചക്രവാളത്തിൽ നിന്ന് സൂര്യൻ അസ്തമിച്ചാൽ മഹാനായ സയ്യിദുൽ ഉലമ നമ്മുടെ ഈ മഹനീയ സദസ്സിന്റെ സമാപന വേദിയിൽ ഉദ്ഘാടനം കൊണ്ട് ധന്യമാക്കി ഇവിടുന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ മഹാനുഭാവൻ നിലപാടുകളുടെ സുൽത്താൻ, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു രാഷ്ട്രീയക്കാരന്റെ മുമ്പിലും തന്റെ ആദർശത്തെ അടിവറ വെക്കാതെ നിലപാടുകളുടെ സുൽത്താനായി ഇന്ന് ഈ മുസ്ലിം ഉമ്മത്തിന്റെ രാജകുമാരനായി മനുഷ്യ മനസ്സുകളിൽ പ്രകാശത്തിന്റെ ഗോപുരം സൃഷ്ടിച്ച മഹാനായ സയ്യിദുൽ ഉലമ നമ്മുടെ ഈ മഹനീയ വേദിയിലേക്ക് നാളെ കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ആ പരിപാടിയോടുകൂടെ പിന്നെ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഉറൂസ് നേരിടാൻ, ഇങ്ങനെയുള്ള ഒരു പരിപാടി നേരിടാൻ 5 വർഷങ്ങളെ പിന്നിടണം. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള പരിപാടിക്ക് കൂടാനുള്ള ഒരു അവസരം അല്ലാഹു തങ്ങൾ മദനി തങ്ങളുടെ ബറക്കത്തുകൊണ്ട് നമുക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതിനുള്ള ആഫിയത്തും ദീർഘായുസ്സും നമുക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കും നമ്മുടെ ഭാര്യ മക്കൾക്കും മാതാപിതാക്കൾക്കും കുടുംബത്തിനും അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ബന്ധപ്പെട്ടവർക്കും ഇവിടെ ഒരുമിച്ച് കൂടിയവർക്കും എന്റെ മഹലിൽ നിന്നും ഒരുപാട് ആളുകൾ ഈ പ്രഭാഷണത്തിന് വേണ്ടി വന്നിട്ടുണ്ട്. കുടുംബത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ സംഗമിച്ച ഈ പരിശുദ്ധ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ ഒരുമിച്ച് കൂടിയവരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ദുആഇനെ കബൂൽ ചെയ്യട്ടെ. എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളിൽ നിന്ന് അല്ലാഹു നമുക്ക് സുരക്ഷ നൽകട്ടെ. മഹാനായ പ്രിയപ്പെട്ട മഹാനായ ഉള്ളാളം തങ്ങൾ 60 വർഷങ്ങളോളം നീണ്ട ഒരു പുരുഷായുസിന്റെ 3/4% ചെലവഴിച്ച ഒരു മഹല്ലാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഉള്ളാളം എന്നുള്ള മഹല്ല്. മഹാനായ ശംസുൽ ഉലമ എത്രയോ തവണ കാലുകുത്തിയ ഒരു മഹല്ലും കൂടിയാണ്. അല്ലാഹു അവരുടെ പാദസ്പർശനം കൊണ്ട് പുണ്യമായ പുളകിതമായ അവരുടെ പരിശുദ്ധമായ ബറക്കത്ത് കൊണ്ട്, സയ്യിദ് തങ്ങൾ പാപ്പാന്റെ ബറക്കത്ത് കൊണ്ട്, മദനി തങ്ങൾ പാപ്പാന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ സദുദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തിയാക്കട്ടെ. അല്ലാഹു എല്ലാ പ്രയാസങ്ങളും ദുരിതങ്ങളിൽ നിന്ന് നമ്മുടെ കുടുംബത്തെ കാക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹു സ്വർഗീയ ആരാമമാക്കി മാറ്റട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടുകൂടെ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും ഭാര്യമക്കൾക്കും കുടുംബത്തിനും നിങ്ങൾ എല്ലാവരുടെയും ദുആയിൽ ഉണ്ടാവണമെന്ന വസിയത്തോടുകൂടെ ഇൻഷാ അല്ലാഹ് നിങ്ങളെയും എല്ലാ വേദികളിലും ദുആയിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നീണ്ട പ്രഭാഷണം നടത്തിയ അറിവിൻ പ്രകാശ